ഹലോ, നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു പൊളിച്ച്, ചക്കയുടെ മാങ്ങയുടെയൊക്കെ കാലമല്ലേ, അപ്പോൾ ചക്കക്കുരു പൊളിച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഇത് ഒരുമാതിരി നല്ല പുളിയുള്ള മാങ്ങ, അപ്പോൾ ഇത് കൂട്ട് മാമ്പഴം തൊലി പൊളിച്ചിട്ട് അതിനകത്തേക്ക് ഇടുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് മുരിങ്ങക്കോല പൊട്ടിച്ച് അതിനകത്തെ, ഇതിപ്പോൾ മൂത്ത് പോയില്ല, അപ്പോൾ ഈ തൊലിയോടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ്പ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്തെ ഫ്ലഷ് ആയിട്ടുള്ളത് ഇങ്ങോട്ട് വടിച്ചെടുക്കണം, തൊണ്ടില്ലാതെ. അതും ചേർത്ത് മാങ്ങയും ചേർത്ത് തേങ്ങ അരച്ച് നമുക്ക് കറി വെക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് കൂട്ടാൻ മാങ്ങയൊന്ന് പൊളിച്ചെടുക്കാം. മുഴുവനോടെ ഇടുന്നേ. ഈ മാങ്ങ ഇങ്ങോട്ട് മാമ്പഴം പുളിശ്ശേരിക്ക് വെക്കുന്ന പോലെ അധികം എണ്ണത്തിൻ്റെ ആവശ്യമേ വരുള്ളൂ. പഴുത്തതൊക്കെ ഗ്രാൻഡെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെ പൊട്ടിച്ച് ഇതും കൂടെ നമുക്ക് എടുക്കും. മൂത്ത് മുരിങ്ങക്കോല് അകത്തേത് ചീകി എടുത്തിട്ടുണ്ട്. മാങ്ങാപ്പഴം തൊലി കളഞ്ഞു എടുത്തു. ഇനി നമുക്ക് അരപ്പും കൂടെ റെഡിയാക്കണം. അപ്പോൾ അരപ്പിന് ഞാൻ ഉള്ളി, മുളക്, കറിവേപ്പില, തേങ്ങ ഇട്ടിട്ടുണ്ട്. അല്പം മഞ്ഞളും കൂടെ ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇത് അരച്ച് കഴിയുമ്പം നമുക്ക് നമ്മുടെ ഈ ചക്കക്കുരും കൂടെ ഈ അരപ്പിൻ്റെ കൂടെ ഇട്ടൊന്ന് പതുക്കെ ഉടച്ചെടുക്കണം. അപ്പോൾ അത്രയും ചെയ്തുകൊണ്ട് വരാം. കണ്ടോ, മുളക് അരച്ചെടുത്തു. നമുക്കിതിനകത്തേക്ക് ഈ ചക്കക്കുരു, വെന്തിരിക്കുന്ന ചക്കക്കുരു കേട്ടോ, ഉപ്പൊഴിച്ച് വേവിച്ച ചക്കക്കുരു കോരിയിടാം. എണ്ണ പോലെയൊന്നും അരയ്ക്കുന്നില്ല, പക്ഷെ വെറുതെ ഒന്ന് അല്പം ഒന്ന് ഉടച്ചെടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങക്കോലും മാമ്പഴവും ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളം കുറവുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ അരപ്പിനകത്ത് കുറച്ച് വെള്ളം ഉള്ളതാണ്, അതുകൊണ്ട് ഒത്തിരി വെള്ളം ചേർക്കരുത്. അല്പം ഉപ്പ് ചേർത്തിരുന്നു എങ്കിലും മാമ്പഴത്തിന് ഇച്ചിരി ഉപ്പ് വേണമല്ലോ, പുളിയുള്ളതല്ലേ. നമുക്കൊന്ന് തീ കത്തിച്ചു കൊടുക്കാം. നേരത്തിന് ഇത് അരച്ചുകൊണ്ട് വരാം. നമ്മുടെ മാങ്ങാപ്പഴം വിസിലടിച്ചു, സ്റ്റൗ ഓഫാക്കി. ഇനി നമുക്ക് കാറ്റ് കളഞ്ഞ് വരാം. അത് വരുന്നേരത്തേനും മുളക് അരച്ച് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഒരൽപ്പം ഉള്ളിയും പൊളിച്ച് കറിവേപ്പിലയൊക്കെ എടുത്തുകൊണ്ട് വരാം. കാറ്റ് പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. വെന്തു. മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് ഇറങ്ങാൻ വേണ്ടി നമുക്കിതൊന്ന് കുത്തി ഉടച്ച് കൊടുക്കാം. ഇല്ലെങ്കിലും കുക്കറിൽ വിസിലടിച്ചത് അതിൻ്റെ ഇറങ്ങി കാണും. നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പും ചക്കക്കുരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവൻ അരപ്പല്ല കേട്ടോ, ചക്കക്കുരും കൂടെ അരച്ചത് കൊണ്ടാണ് ഇത്രയും അളവ്. ഇത്രയും അരയണമെന്ന് നിർബന്ധമില്ല, ഒരല്പം കൂടുതൽ ഉടഞ്ഞുപോയി. ഇനി ഇത് ഒന്നും കൂടെ മിക്സിയുടെ ഒന്ന് കറക്കിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വരും. ഇതെല്ലാം ഇരിക്കണേ.
അപ്പോൾ കൈ കൊണ്ട് നമുക്ക് തക്കാലം കൊണ്ട് ചേർക്കാം. ഈ കത്തിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കാം. ഉപ്പ് മാത്രമല്ല, പുളി ഉണ്ടോയെന്നും നമുക്ക് നോക്കണം. പുളിയൊക്കെ ഉണ്ട്. ഒരുമാതിരി നല്ല പുളിയുള്ള മാങ്ങയാണ്, മാമ്പഴമാണ്. ഒരാഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ ഇത്തരം പൊടിക്കില്ലായിരിക്കും. ഇതിപ്പോൾ ആദ്യം പഴുക്കുന്നതിനോട് നല്ല പൊടിക്കും. പഴുത്ത് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പം ചക്കക്കുരു ഇട്ട് മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറയാം അല്ലേ. അതിൽ ചക്കക്കുരു മുരിങ്ങക്കോലും നമ്മൾ അതിനകത്തുനിന്ന് ചെത്തിയെടുത്തിട്ട് കാരണം അതിൻ്റെ സ്വാദമില്ല, മുരിങ്ങക്കോലിൻ്റെ സ്വാദം. തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. ചീനിച്ചട്ടിയിൽ വെള്ളം പറ്റിയിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 ഉലുവ. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില, പത്തരമുളക് മുറിച്ചിടാൻ ഇഷ്ടമുള്ളവർക്ക് ഇടാട്ടോ. ഞാൻ പച്ചമുളക് അരച്ചതായതുകൊണ്ട് ഇനി പത്തരമുളക് ഇടുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? പുളിയുള്ള മാങ്ങാപ്പഴമാണെങ്കിൽ പച്ച മാങ്ങയ്ക്ക് പകരം ചക്കക്കുരുവിനകത്ത് ചേർക്കാൻ പറ്റും. നല്ല സ്വാദാണ് കേട്ടോ. ഞാനതൊന്ന് അടുപ്പിച്ച് കാണിക്കാം. നമ്മുടെ കറി കണ്ടോ, ഒരൽപ്പം ചോറിന് ഇത് മാത്രം മതി. വേറെ ഒരു കറിയും വേണ്ട. ഈ കറി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാം. അപ്പോൾ എല്ലാവരും മാങ്ങയില്ല എന്ന് പറഞ്ഞ് ചക്കക്കുരു കറി വയ്ക്കാതിരിക്കേണ്ട. ഇച്ചിരി പുളിയുള്ള മാമ്പഴമാണേലും സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.